ആഫ്രിക്കൻ ലങ് ഫിഷ് ഒരു അത്ഭുത ജീവിയാണ്. ആഫ്രിക്കയിലൊക്കെ സമ്മർ വരുമ്പോൾ നദിയിലെയും പുഴയിലൊക്കെ വെള്ളം വറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ജീവികളൊക്കെ മത്സ്യങ്ങളൊക്കെ ചത്തുപോകും. പക്ഷേ ഈ ലങ് ഫിഷ് അത് ഡ്രോട്ട് വരുമ്പോൾ നേരെ മണ്ണിനടിയിലേക്ക് പോകും. സ്വന്തം ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒരു മ്യൂക്കസ് ഉപയോഗിച്ചിട്ട് കൂണ് പോലൊരു കവചം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ കവചത്തിനകത്ത് അത് ജീവിക്കും. ഏറ്റവും മിനിമലായിട്ടുള്ള ജീവിത പ്രവർത്തനങ്ങൾ മാത്രം നടക്കും. അങ്ങനെ വർഷങ്ങളോളം അവയ്ക്കിങ്ങനെ ഈ കവചത്തിനുള്ളിൽ ഈ മണ്ണിനടിയിൽ ജീവിക്കാൻ പറ്റും. പിന്നീട് മഴ പെയ്ത് പുഴയിലൊക്കെ വെള്ളം നിറയുമ്പോൾ ഈ കവചം കൊണ്ട് ലയിച്ചു പോയിട്ട് അവർ സാധാരണ ജീവിത രീതിയിലേക്ക് മടങ്ങി വരാണ്. വരൾച്ചയെ തോൽപ്പിച്ച് ജീവിക്കുന്ന രീതിയല്ല ഇത്. വരൾച്ചയെ തന്നെ ജീവിതശൈലിയാക്കി മാറ്റിയ പ്രകൃതിയുടെ അത്ഭുതമാണ് ഈ ലങ് ഫിഷ്. ലങ് ഫിഷിന് മാത്രമല്ല ഈ കഴിവുള്ളത്. നൈൽ ക്രൊക്കഡൈൽസ്, ചില സ്നെയിൽസ്, മണ്ണിരകൾ, ഡെസേർട്ട് ഫ്രോക്സിനൊക്കെ ഈ കഴിവുണ്ട്. ഈ കഴിവിന് പറയുന്ന പേര് എസ്റ്റിവേഷൻ എന്നാണ്. സമ്മർ സ്ലീപ്പ് എന്നൊരു ഓമന പേര് കൂടിയുണ്ട് ഈ എസ്റ്റിവേഷന്. ഇവിടെ സയൻറ്റിഫിക്കലി സംഭവിക്കുന്നത് ഒരു ഡ്രമാറ്റിക് റിഡക്ഷൻ ഇൻ മെറ്റാബോളിസം ഉണ്ടാകുന്നു, ഓക്സിജൻ കൺസപ്ഷനിൽ കുറവുണ്ടാകുന്നു, എനർജി എക്സ്പെൻഡിച്ചറിൽ കുറവുണ്ടാകുന്നു, ആൻഡ് ഓഫൺ സസ്റ്റെയിൻഡ് ബൈ ഫാറ്റ് റിസർവ്സ് എന്നാണ് പറയുക. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള റിസർവ്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ ജീവിക്കാൻ പറ്റും നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചിട്ട്. ഇന്ന് കത്തോലിക്ക സഭ നോയമ്പിലേക്ക് കയറാണ്. നോയമ്പിന് നമുക്ക് വേണമെങ്കിൽ ഒരു സമ്മർ സ്ലീപ്പായിട്ട് പറയാം. നമ്മളൊരു ഉറക്കത്തിലേക്ക് പോവാണ്. അത് ഇന്നാക്റ്റീവായിട്ടൊരു സ്റ്റേജ് അല്ല, ഏറ്റവും മിനിമം കൊണ്ട് ജീവിക്കാൻ പറ്റും നോക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും പൊട്ടൻഷ്യൽ ശരിക്കും തിരിച്ചറിയുന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ കാഴ്ചയിൽ, കേൾവിയിൽ, എല്ലാ ഇൻടേക്സിലും നമ്മളൊരു നിയന്ത്രണം കൊണ്ടുവരാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രമല്ലെന്നേ, പൊതുവേ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നതിൽ കുറവ് വരുത്തുക. നമ്മളിപ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തിലാണ് കുളിക്കുന്നെങ്കിൽ അത് അര ബക്കറ്റാക്കുക. അങ്ങനെ എല്ലാ തരത്തിലും നമ്മളൊന്ന് മിനിമമായിട്ട് ജീവിക്കാൻ നോക്കിയേ. ഒരു സമ്മർ സ്ലീപ്പിലേക്ക് വന്നേ, ശരിക്കുമുള്ള നമ്മുടെ പൊട്ടൻഷ്യൽ പുറത്തോട്ട് വരും. നോയമ്പാലോ അതിനുള്ളതാണ്. പ്രലോഭനങ്ങളോടും നമ്മുടെ ഇഷ്ടങ്ങളോടൊക്കെ ഫൈറ്റ് ചെയ്ത് ജീവിക്കേണ്ട സമയമല്ല ഇത്. ഈ ഒരു മിനിമൽ ജീവിതം അത് തന്നെ നമ്മുടെ ഇഷ്ടമാക്കി മാറ്റുക. ഈ നോയമ്പ് കാലത്ത് സമ്മർ സ്ലീപ്പ് മോഡ് ഓണാക്കാം.